ഇപ്പോൾ തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ എണ്ണം നിങ്ങൾ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഇപ്പോൾ വില കൂടുതൽ ഇപ്പോൾ എത്തുന്നില്ല, ലഭ്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു സാഹചര്യത്തിൽ പോലും ഈ ഊടൊന്നും ഹോട്ടലുകളിൽ പല ഹോട്ടലുകളും ഇല്ല. അത്യാവശ്യം ഇപ്പോൾ പൊറോട്ട, ചപ്പാത്തി ഇങ്ങനെ അത്യാവശ്യം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഗ്യാസ് കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറുകയാണ്. അതിൻ്റെ കൂടി ഈ ഗ്യാസിൻ്റെ വില കൂടി കൂടുന്നു. ഈ സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കണം. ഇപ്പോൾ ഉപഭോക്താക്കളെ സംബന്ധിച്ച് അവരെ പിഴിഞ്ഞ് എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൂടി മാറുകയാണ്. തീർച്ചയായും. കാരണം ഇത് ഞാൻ പറയുന്നത് ടൂറിസം അതും ഒരു വലിയ പ്രശ്നമാണ്. ഈ ടൂറിസം ഏറ്റവും കൂടുതൽ നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ വിദേശ ടൂറിസ്റ്റുകളും ഒക്കെ വരുന്നതാണ്. നമുക്കിതൊക്കെ എന്ന് പറഞ്ഞാൽ പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വില എന്തായാലും വർധനവ് എന്നുള്ളതിൽ ഞങ്ങൾക്ക് അതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. കാര്യം എപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പെട്രോളിയം മിനിസ്ട്രിയോ ഇതിനെതിരെ പ്രതികരിക്കുന്നതെന്നൊന്നും നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ആ കാലയളവിൽ തന്നെ ചിലപ്പോൾ ഇതെല്ലാം അടഞ്ഞു പോകും. അപ്പോൾ ആ ഒരു ഗതികേട് വരാതിരിക്കാൻ ഞങ്ങൾക്ക് ഹൈക്ക് ചെയ്യേണ്ടി വരും വില. ആ വില ഹൈക്ക് ചെയ്യുമ്പോൾ അത് പൊതുജനങ്ങളെ ബാധിക്കും. കാര്യം പൊതുജനങ്ങളുടെ വോട്ട് വാങ്ങിയിട്ടാണ് ഇപ്പം ഈ പറഞ്ഞ അസംബ്ലി ഇലക്ഷൻസ് ഒക്കെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ തലക്കിടിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പോക്കാണ് ഇപ്പോൾ പോകുന്നത്. തീർച്ചയായും ഇതിനൊരു പരിഹാരം വേണം. ശരിയാണ്, അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടിയിട്ടുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. അപ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള കൂട്ടലേ ഉള്ളൂ. $80 നിന്ന് $127 പോയിട്ടുള്ളൂ. അവിടെ 50% അവിടെ വർധന ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ അതിൽ കൂടുതൽ വർധന ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 100% അടുത്ത് മാർച്ച് മുതൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിഗണിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഇവരുടെ ഈ ടാക്സ് വെട്ടിക്കുറക്കണം, എന്തെങ്കിലും രീതിയിൽ ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാവുള്ളൂ. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. പൊതുജനങ്ങളുടെ തലയിലേക്ക് ഇത് അത്യാവശ്യം അടിച്ചേൽപ്പിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് ഈ മേഖല പിടിച്ചു നിൽക്കണമെങ്കിൽ അതേ നിവൃത്തിയുള്ളൂ. അത് തന്നെയാണ് അഭിലാഷ് പറയുന്നത്. കാരണം ഹോട്ടലുകളിൽ ഇപ്പോൾ അവരുടെ ഒരു പ്രതിസന്ധി, ഇപ്പോൾ വില കൂട്ടുകയാണെങ്കിൽ അത് സ്വാഭാവികമായും ബാധിക്കുന്നത് ഉപഭോക്താക്കളെയാണ്. വില കൂടും, സാധനങ്ങളുടെ വില കൂടും. കൊച്ചി എന്ന് പറയുന്ന നഗരം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് താമസിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അവർ 3 നേരവും വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നത് വളരെ കുറവാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരും ഈ ജോലിക്കൊക്കെ പോകുന്നവർ പുറത്ത് 3 നേരം പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നവരാണ്. ഇത് വില കൂടുമ്പോൾ നമ്മൾ കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഇരട്ടിയായിട്ട് നമ്മൾ ഒരു മാസത്തേക്ക് ചിലവാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതാണ്. എന്തായാലും നമുക്ക് ഈ ഹോട്ടൽ ഉടമയോടുകൂടി ചോദിക്കാം. ചേട്ടാ, ഇപ്പോൾ തന്നെ ഗ്യാസിന് വലിയ ക്ഷാമമാണ് നിങ്ങൾക്ക്, അതനുസരിച്ച് ഇനങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു, ഇപ്പോൾ ഗ്യാസിൻ്റെ വില കൂടി. ഇത് ഏത് രീതിയിലാണ് നിങ്ങളെ ബാധിക്കുന്നത്? ഉപഭോക്താക്കൾക്ക് ഇത് ഏത് വിധത്തിലായിരിക്കും പ്രതിഫലിക്കുക? ഇതിപ്പോൾ നമുക്കിപ്പം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നുള്ളൊരു പിടുത്തമില്ല. കഴിഞ്ഞ ഡിസംബറിന് ശേഷം ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായിട്ട് നല്ലൊരു വർധന വന്നിട്ടുണ്ട്. ഡിസംബറിന് മുമ്പ് 1700 സിലിണ്ടറാണ് ഇപ്പോൾ നേരെ ഇരട്ടിയെന്ന് തന്നെ പറയാം. കഴിഞ്ഞ മാസം 300 കൂടി, മാസം 1000 കൂടി. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ മാസം 300 കൂടിയപ്പം ഇതിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചാൽ പ്രശ്നമില്ല. അപ്പോൾ ഇന്നിപ്പോൾ 1000 രൂപ കൂടിയപ്പോഴാണ് നമ്മൾ ആകെ സ്റ്റക്കായത്. അപ്പോൾ നമ്മൾ നിലവിലിപ്പം ചെയ്തിരിക്കുന്ന കഴിഞ്ഞ മാസം മുതൽ ഈ ഐറ്റംസൊക്കെ കുറച്ച് ലൈവ് ഐറ്റംസൊക്കെ ഒഴിവാക്കി. കാരണം ഈ പൊറോട്ട ലൈവ് അല്ല, കുറച്ച് ഗ്യാസ് എടുത്തിട്ട് അത് അടിച്ചു വെക്കും. പിന്നെ ആ ചോറ് നിർത്തി, ചൈനീസ് വിഭവങ്ങളില്ല, അൽഫാം പോലത്തെ അങ്ങനത്തെ എല്ലാം നിർത്തിയിട്ടാണ് ഇപ്പം പിടിച്ചു നിൽക്കുന്നത്, സ്റ്റാഫിനെ കുറച്ചിട്ട്. ഇപ്പോൾ ഇതും കൂടി ആകുമ്പം ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. ഇപ്പോൾ 2 സിലിണ്ടർ എടുക്കുകയാണെങ്കിൽ അറിയാലോ 6000-ന് മേലെയാവും. ഇതെങ്ങനെ ഇവിടെ ചെന്ന് എത്തും? ഒരു വിധത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. വിറകടുപ്പ് തുടങ്ങണമെങ്കിൽ തന്നെ അതിന് സൗകര്യം വേണം. അപ്പോൾ അത് ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നും എവിടെയും ഉണ്ടാവില്ല. അപ്പോൾ ഇനിയിപ്പം മിക്കവാറും ഇന്നത്തെ കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ കടകളും അടച്ചിടേണ്ട അവസ്ഥയിലെത്തും. കാരണം നമുക്ക് വില അധികം കൂട്ടാൻ പറ്റില്ല. വരുന്നത് സ്ഥിരം കസ്റ്റമറാണ്. അവർക്ക് നമ്മൾ എത്രമാത്രം വില കൂട്ടാൻ പറ്റും? അതോ അങ്ങനെ കൂട്ടിയാൽ തന്നെ നമ്മളെ കച്ചവടത്തെ ബാധിക്കുകയും ചെയ്യും. അവർ വരാതെ ആവും. കാരണം ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാത്ത ഒരു അവസ്ഥയിലെത്തും. നമുക്ക് പിടിച്ചു കിട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെത്തും. ഇതിപ്പം സർക്കാർ ഇതിൻ്റെ എന്തെങ്കിലും ഒരു സംവിധാനം എത്തിയില്ലെങ്കിൽ നമ്മളെപ്പോലത്തെ ഹോട്ടലുകാർ, മിഡിൽ സാധാരണക്കാരൊക്കെ ഹോട്ടലുകൾ പൂട്ടിയിടേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ സ്റ്റാഫുകളുടെ എണ്ണം വെട്ടിക്കുറച്ചു അല്ലേ? നേരത്തെ ഗ്യാസിൻ്റെ ആ സ്റ്റാഫിനൊക്കെ വെട്ടിക്കുറച്ചിട്ടാണ് നമ്മൾ പിടിച്ചേക്കുന്നത്. അല്ലാതെ നമുക്കിപ്പോൾ അതിലേക്ക് നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. കാരണം ഐറ്റംസ് കുറച്ച്, സ്റ്റാഫുകളെ കുറച്ച്. സ്റ്റാഫുകളില്ല എന്ന് പറയാം. ഇപ്പം ഇലക്ഷന് പോയിട്ട് ആരും വന്നില്ല. ഉള്ളവരെ കൊണ്ട് പിടിച്ച് നിർത്തിയിട്ടാണ് നമ്മളൊന്നും കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഇത് തന്നെ ആണെങ്കിൽ നമുക്കൊരു പറ്റും ചെയ്യാൻ പറ്റില്ല. വാടക കൂടി, കറണ്ട് ചാർജ് കൂടി, ഇതിനെല്ലാം കൂടിക്കൊണ്ട് ഗ്യാസ് മാത്രമല്ല ഇപ്പോൾ കൂടുക. ഗ്യാസ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സാധനങ്ങളുടെ വില കണ്ടമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എത്രമാത്രം വില കൂട്ടാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇല്ലാത്ത രീതിയിലൊക്കെ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പം എന്ത് ചെയ്യണമെന്നൊരു പിടുത്തത്തിലില്ലാത്തതില്ല. ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്കായി കുറേ പേര് അറ്റാക്ക് വരാത്ത ഭാഗ്യം ഇത് കണ്ടപ്പോൾ. അത്രമാത്രം ബുദ്ധിമുട്ടിയാണ് കച്ചവടം ചെയ്ത് പോകുന്നത്. അത് ഇനി എങ്ങനെ ബാധിക്കുന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്ര ബുദ്ധിമുട്ടാണ് ഇപ്പം പിടിച്ചു നിൽക്കുന്ന ബിസിനസ്സൊക്കെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതില്ല.
ഇപ്പോൾ അഭിലാഷ്, ഇത് തന്നെയാണ് ഇവർ പ്രധാനമായും പറയുന്നത്. വില കൂട്ടുക എന്നല്ലാതെ മറ്റൊരു മാർഗം ഈ ഹോട്ടൽ ഉടമകളെ സംബന്ധിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു ദിവസം, ഇപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം മിനിമം 2 സിലിണ്ടറെങ്കിലും വേണം. 6000 രൂപ കൊടുത്തൊരു സിലിണ്ടർ വാങ്ങിച്ചാൽ അവർക്ക് എങ്ങനെയാണ് അത് മുതലാക്കാൻ പറ്റുക? ഇപ്പോൾ തന്നെ ഐറ്റംസ് ഒക്കെ വിട്ട് ചുരുക്കി. ഈ ഇന്ധന പ്രതിസന്ധി കാരണം ഊണില്ല, അത്യാവശ്യമായിട്ടുള്ള അൽഫാമില്ല, അങ്ങനെ ആഹാരങ്ങളൊക്കെ വെട്ടിക്കുറച്ച് അതിൽ നിന്ന് തന്നെ ഒരു മിനിമം ആളുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഒറ്റയടിക്ക് 1000 രൂപ ഉയർത്തിയെന്ന് പറയുമ്പോൾ ഞെട്ടിത്തരിച്ചു. ഇനി ഏത് വിധത്തിലാണ് അത് വിലയിൽ അവർ ഉയർത്തുക എന്നതാണ് ഇനി നമ്മൾ നോക്കിക്കാണുന്നത്. ഇത് കഴിക്കാൻ എത്തുന്ന നമ്മളെ പോലുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. അത്രയും നമ്മുടെ വരുമാനമില്ല. വരുമാനത്തിൽ കൂടുതൽ ഒരളവിലേക്കല്ല. നമ്മളിപ്പോൾ മറ്റേ ദൃശ്യ സിനിമയിൽ പറഞ്ഞ പോലെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്നവരാണ് മലയാളികൾ ഭൂരിഭാഗം ആളുകളും. അവരെ സംബന്ധിച്ച് ഒരു നേരം ഹോട്ടലിൽ നിന്നും ആഹാരം കഴിക്കുമ്പോൾ കിട്ടുന്ന ബില്ല് അവരെ സംബന്ധിച്ച് വലിയ ഇരുട്ടടി തന്നെയാണ് സംഭവിക്കുക. ഇനി എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം എന്നത് നോക്കുകയാണ് ഹോട്ടൽ ഉടമകളും. പ്രത്യേകിച്ച് 6000 രൂപ 3000 രൂപ കൊടുത്തൊരു സിലിണ്ടർ വാങ്ങി ഉപയോഗിക്കുക എന്ന് പറയുന്നത് അവർക്കും വലിയ ബുദ്ധിമുട്ടിട്ടുള്ള കാര്യമാണ്. എന്തായാലും സർക്കാർ ഇതിലൊരു ഉടനെ തന്നെ ഒരു പരിഹാരം ഉണ്ടാകും, അതിൻ്റെ പ്രതീക്ഷയിലാണ്. പക്ഷെ അതുവരെ കാത്തിരിക്കാൻ പറ്റില്ല. വില കൂട്ടും, അങ്ങനെയാണ് സ്വാഭാവികമായും. കൂട്ടിയേ മതിയാകൂ, ഞങ്ങൾക്കും ജീവിക്കണ്ടേ, മുന്നോട്ട് പോകണ്ടേ എന്നാണ് അസോസിയേഷനും അതോടൊപ്പം തന്നെ ഹോട്ടൽ ഉടമയും വ്യക്തമാക്കിയിരിക്കുന്നത്. അഭിലാഷ്. യെസ്, തീർച്ചയായും. അതായത് പശ്ചിമേഷ്യയിലെ യുദ്ധം രാജ്യത്തെ ഒന്നാകെ സമ്പദ്ഘടനയെ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാർഷിക മേഖലയെ പോലും അത് തിരിച്ചടിയായി മാറുന്ന സാഹചര്യമുണ്ട്. വളത്തിന്റെ വില കുത്തനെ കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനിടെയാണ് ഉപഭോക്തൃ സംസ്ഥാനമായ കേരളം വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് ഹോട്ടൽ വ്യവസായം അത് മാസങ്ങളായി ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ അതിനിടെയാണ് ഇരുട്ടടിയായി മാറുന്ന തരത്തിൽ ഈ നിലയിൽ ഇപ്പോൾ പാചകവാതക സിലിണ്ടറിൻ്റെ വില ഉയർത്തിയിട്ടുള്ളത്. അവിടെ ഹോട്ടൽ നടത്തിപ്പുകാർ സൂചിപ്പിക്കുന്നത് പോലെ ഈ ഭാരം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നത് മാത്രമേ അവർക്ക് സൊല്യൂഷനുള്ളൂ. കാരണം അവർക്ക് കൃത്യമായി തന്നെ ജീവനക്കാർക്ക് ശമ്പളം നൽകേണ്ടതായി വരും. പല ഹോട്ടലുകളും വാടക കെട്ടിടങ്ങളിൽ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വാടക കുറയുന്ന സാഹചര്യം ഉണ്ടാകില്ല. ഇന്ധനശേഷി, അതായത് ഇപ്പോൾ ലൈറ്റുകളും ഫാനുകളും AC-യും ഒക്കെ ഈ വേനൽക്കാലമായതുകൊണ്ട് ഹോട്ടലുകളിലൊക്കെ കൂടുതലായി ഇലക്ട്രിസിറ്റി ചാർജ് വരുന്ന ഒരു സമയം കൂടിയായിരിക്കും. അങ്ങനെ അതിലൊന്നും ഒരു കുറവും വരുത്താൻ ഹോട്ടലുകാർക്ക് സാധിക്കില്ല എന്ന് മാത്രവുമല്ല, ഹോട്ടലിലെ വിറ്റുവരവിൽ ഗണ്യമായി കുറവുണ്ടാകും. കാരണം ഉപഭോക്താക്കളുടെ എണ്ണം കുറയുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.